സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എ ബോബ് ഓഫ് മാസ് m is suspended from one end of an inextensible string of length L. That other end is attached അല്ലെങ്കിൽ other end is fixed to a rigid support. അപ്പോൾ ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിൽ ഒരു സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്, ഈ സ്ട്രിങ്ങിൽ ഒരു ബോബ്, ഒരു m മാസുള്ള ബോബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ ടു സെൻറ്റർ ഓഫ് ദ ബോബ്, ബോബിൻ്റെ കേന്ദ്രം വരെ ഉള്ള അകലമാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയാറുള്ളത്. ദെൻ നമ്മൾ ഈ പെൻഡുലം ഒന്ന് ചെറുതായിട്ടൊന്ന് പുള്ള് ചെയ്ത് ഇങ്ങോട്ടൊന്ന് വലിച്ച് വിടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഈ പെൻഡുലം എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു പറയാം നമുക്ക്? ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നെന്ന് പറയാം. നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു തീറ്റ ആംഗിളിലുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതാ ഈ പോയിന്റിലെത്തിയ സമയത്ത് തീറ്റ ആംഗിളാണ് ഈ മീൻ പൊസിഷനിൽ നിന്ന്, മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു പുള്ളൊന്നും കൊടുക്കാത്ത സമയത്ത് പെൻഡുലം റെസ്റ്റിൽ നിൽക്കുന്ന ആ പോയിന്റിനെ, ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ തീറ്റ ആംഗിളിലുള്ള ഒരു പെർട്ടിക്കുലർ കേസാണ് നമ്മളിവിടെ ഫിഗറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈ മാസിനെ, ഇങ്ങനെ നിൽക്കുന്ന മാസിനെ നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, അതിൻ്റെ എം മാസുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എം ജി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാകും. ഈ ഫോഴ്സിനെ രണ്ട് കമ്പോണൻറ്റുകളാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ഓസിലേഷൻ്റെ ഡയറക്ഷനിൽ, ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡയറക്ഷനിലും, ഒന്ന് ആ സ്ട്രിങ്ങിന് ടെൻഷൻ മുകളിലേക്ക്, ഈ ഡയറക്ഷനിലേക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമ്മൾ ഇതിനെ വെക്റ്റർ റിസോൾവ് ചെയ്യുകയാണ്, റെസൊല്യൂഷൻ നടത്തുകയാണ്. അപ്പോൾ ആംഗിൾ കിട്ടിയാൽ നമുക്ക് ഇതിനെ എം ജി കോസ് തീറ്റ എന്നും, ഈ ഡയറക്ഷനിലുള്ളതിനെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ളതിന് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ളതിന് എം ജി സൈൻ തീറ്റ എന്നും എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒബ്ജക്റ്റിനെ അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ഏത് ഫോഴ്സാണ്? എം ജി സൈൻ തീറ്റ. എം ജി കോസ് തീറ്റ എന്ന് പറയുന്നതിന് മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്, ടെൻഷൻ ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പേരെ വിളിക്കാം? റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയാം. ദെയർഫോർ നമുക്ക് ഇതിൽ നിന്നും റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കാനുള്ള കാരണം ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എം ജി സൈൻ തീറ്റ എന്നെടുത്തു. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, വെരി സ്മോൾ, നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. ദെയർഫോർ റീസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഈക്വൽ ടു എം ജി തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എം ജി തീറ്റ എന്ന് നമ്മൾ എഴുതി. ദെൻ ഈ ഇക്വേഷനിൽ ഇവിടെ ആ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടുന്നുണ്ട്, ഒരു കോണിക് സെക്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെന്ന് കരുതുക. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ റേഡിയസ് എന്ന് എഴുതാം. റേഡിയസ് എന്താണ്? ഇവിടെ ലെങ്ത് ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് എഴുതാം? ദെയർഫോർ നമുക്ക് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് എഴുതിയത് എങ്ങനെയാണ് കിട്ടിയത്? ആർക്ക് ബൈ റേഡിയസ് എന്ന പ്രകാരമാണ് കിട്ടിയത്. Therefore f is equal to minus mg by L into x. m ഒരു കോൺസ്റ്റൻ്റ് ആണ്, g ഒരു കോൺസ്റ്റൻ്റ് ആണ്, എല്ലും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എഫ്
റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു, നമുക്ക് എന്ത് എഴുതാം, പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് SHMമിലാണ് എന്ന് നമുക്ക് പറയാം. ദെയർഫോർ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ പെൻഡുലം എന്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണെന്ന് കരുതി. ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്, ഏത് കേസിൽ മാത്രമാണ്? ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ദ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഇതെങ്ങോട്ടാണ് വരുന്നത്? മീൻ പൊസിഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ആൻഡ് ഹെൻസ് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പെൻഡുലം ഇൻ SHM എന്ന് പറയാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ നെക്സ്റ്റ് ഭാഗമാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ നമുക്കറിയാവുന്നത് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈക്വൽ ടു, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, -mg/L into x, where x is the displacement x. But ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം, ബൈ ന്യൂട്ടൻസ് സെക്കൻഡ് ലോ, F ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? MA എന്ന് എഴുതാം. ദെൻ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? MA ഈക്വൽ ടു -mg/L into x. m ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് A ഈക്വൽ ടു acceleration ഈക്വൽ ടു G/L into x എന്ന് കിട്ടി. നെഗറ്റീവ് സൈൻ ഉണ്ട്, G/L into x. ബട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷന് നമുക്ക് മറ്റൊരു എക്സ്പ്രഷനും കൂടെ അറിയണം. ബട്ട് A ഈക്വൽ ടു -ω²x. ഇത് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്കത് പഠിക്കാനുള്ള ഭാഗമാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ആക്സലറേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ എങ്ങനെ എഴുതാം? ω²x എന്ന് എഴുതാം. വേർ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ദെയർഫോർ നമ്മൾ ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് A is equal to -ω²x എന്ന് എഴുതാം. Therefore -ω²x equal to -G/L into x. x ക്യാൻസൽ ആയി, നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി, ω² ഈക്വൽ ടു G/L എന്ന് കിട്ടി. ω² ഈക്വൽ ടു G/L. ദെൻ ഒമേഗ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒമേഗ ഈക്വൽ ടു 2π/T ആണ്. ദെൻ ω² എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഒമേഗ ഈക്വൽ ടു √G/L എന്ന് എടുക്കാം. ദെൻ ഒമേഗ എന്ന് പറയുന്നത് 2π/T ആണ്. 2π/T ഈക്വൽ ടു √G/L എന്ന് കിട്ടി. നമ്മൾ എയിം എന്താണ്? ടൈം പീരീഡ് കാണാനാണ്. ദെയർഫോർ T ഈക്വൽ ടു, ഇതിനൊന്ന് റെസിപ്രോക്കൽ രണ്ട് ഭാഗത്തെടുത്ത് നോക്കുക. T/2π ഈക്വൽ ടു √L/G എന്ന് കിട്ടി. വേർ T ഈക്വൽ ടു 2π√L/G. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡിനുള്ള എക്സ്പ്രഷൻ കിട്ടി, 2π√L/G. സിമ്പിൾ പെൻഡുലത്തിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു മാസ് പെൻഡുലത്തിൻ്റെ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് എത്ര തന്നെ ആയാലും പീരീഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പീരീഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്. അപ്പം നമുക്ക് ആ പീരീഡുമായി ബന്ധപ്പെട്ട ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? ലെങ്ത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്ക് പീരീഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഊഞ്ഞാലിൽ കയറിയിട്ട് ആടുകയാണ്. ഒരു ഊഞ്ഞാലിൽ കയറി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണെന്ന് കരുതുക.
നമ്മളതിന് പകരം 2 പേര് കയറി ഇരുന്നിട്ടാണ് മാസ് കൂട്ടി. അപ്പോൾ ഇതിനൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട് എന്ന് കരുതുക. ലെങ്ത്ത് ഫിക്സഡ് ആണ്, ഒന്നും മാറ്റുന്നില്ല. നമ്മളിതിലേക്ക് മാസ് കൂട്ടുകയാണ്. അപ്പോഴും ടൈം തന്നെയായിരിക്കും. മാസ് എത്ര തന്നെ ആയാലും ഇതിൻ്റെ പീരീഡ് സെയിം ആയിരിക്കും. പീരീഡിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ ഫൈനൽ ഇക്വേഷനിൽ പീരീഡിൽ മാസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം. ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനുള്ള എക്സ്പ്രഷൻ. T is equal to 2π√L/g. ദെൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ്റെ 2π√L/g എന്ന് പറയുന്ന √L/g. ഇവിടെ ടൈം പീരീഡ് സെക്കൻഡാണ്. വെൻ T is equal to 2 സെക്കൻഡ്, 2 സെക്കൻഡാണ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എങ്കിൽ ഇത്തരത്തിലുള്ള പെൻഡുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയും. സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പെൻഡുലം ഹാവിങ് ടൈം പീരീഡ് T equal to 2 സെക്കൻഡ്, 2 സെക്കൻഡ് ടൈം പീരീഡുള്ള പെൻഡുലത്തെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് T is equal to 2π√L/g ആണ്. ദെൻ T equal to 2 സെക്കൻഡ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് കാണുകയാണ്. ലെങ്ത് എത്രയാണ് എന്ന് നോക്കി നോക്കാം. G അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8. അതിനെ നമ്മൾ 9.8 ആക്കി എടുക്കുകയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പോൾ 2 ഭാഗത്തും സ്ക്വയർ ചെയ്താൽ T² ഈക്വൽ ടു 4π² L/g എന്ന് കിട്ടും. L ആണ് നമുക്ക് കാണുന്നത്. L is equal to T² into G divided by 4π². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T എന്താണ്? 2 ആണ്. 4 into G 9.8 ആണ്. ഡിവൈഡഡ് ബൈ 4 into 3.14 ൻ്റെ സ്ക്വയർ. ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4 ക്യാൻസൽ ചെയ്ത് ഇത് നമ്മൾ ചെറുതാക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് L ഈക്വൽ ടു എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. 1 മീറ്റർ ഓർ 100 സെൻറ്റിമീറ്റർ എന്ന് പറയാം. സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണെന്ന് പറയാം. 100 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഒരു പ്ലേസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ സാധിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. നമുക്ക് T is equal, അതെങ്ങനെയാണ് കാണുക? T is equal to 2π√L/g എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിനെ 2 ഭാഗത്തും സ്ക്വയർ ചെയ്യുക. T² ഈക്വൽ ടു 4π² L/g എന്ന് കിട്ടി. ആ റൂട്ട് പോകും. ദെൻ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കാണേണ്ടതെങ്കിൽ G is equal to 4π² into L/t². L/t². ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കുള്ള എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഒരു പെൻഡുലത്തിൻ്റെ നീളം നമുക്ക് മെഷർ ചെയ്യാം. ടൈം പീരീഡ് നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഇട്ട് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ആ പ്ലേസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്താം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്